അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ മൻ ഇസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 8 കാര്യങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിലുടനീളം ഇത് നമ്മൾ കൊണ്ടു നടന്നാൽ അവിടെ വിജയത്തിൻ്റെ വഴികളാണ് തുറക്കപ്പെടുക. അൽ ഖലീലു കഥീറുൻ ഇദാ ഖനഅത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ, നിനക്ക് ലഭിക്കുന്നത് വളരെ കുറവാണെങ്കിൽ അത് വലിയതായിട്ട് നിനക്ക് അനുഭവപ്പെടും. അൽ ഖലീലു കുറഞ്ഞത്, കഥീറുൻ അത് ധാരാളമാണ്, ഇദാ ഖനഅത നീ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നുവെങ്കിൽ, അത് മതി എനിക്ക് അൽഹംദുലില്ലാ എന്ന മനോഭാവമാണെങ്കിൽ. വൽ കഥീറു ഖലീലുൻ വൽ കഥീറു ഖലീലുൻ അധികരിച്ച സമ്പത്തുള്ളവനാണെങ്കിലും നീ കുറഞ്ഞവൻ്റെ കൂട്ടത്തിലാണ് പെടുന്നത്. ഇദാ ത്വമിഅത നീ കൊതിക്കുന്നവനാണെങ്കിൽ, സമ്പത്തിനെ കൂടുതൽ വീണ്ടും വീണ്ടും കിട്ടിയത് പോരാ, ഇനിയും വേണം, അതിന് ഏത് മോശപ്പെട്ട പ്രവൃത്തിയിലും ഏർപ്പെടാൻ മടി കാണിക്കാതെ കഴിഞ്ഞുകൂടുന്നുവെങ്കിൽ, നിനക്ക് ലഭിച്ചത് അധികരിച്ചാണെങ്കിലും അത് വളരെ കുറഞ്ഞ രൂപത്തിലാണ് നീ അനുഭവപ്പെടുന്നത്. വൽ ബഈദു ഖരീബുൻ ഇദാ അഹ്ബബ്ത. എത്ര വിദൂരത്തുള്ളവരാണെങ്കിലും, താൻ സ്നേഹിക്കുന്ന, താൻ ഇഷ്ടപ്പെടുന്നവർ എത്ര അകലത്തിലാണെങ്കിലും അത് നിന്നോട് അടുത്തു നിൽക്കുന്നുണ്ട്. ഇദാ അഹ്ബബ്ത നീ അവരെ പ്രിയം വെച്ച് കഴിഞ്ഞാൽ. വൽ ഖരീബു ബഈദുൻ നിന്റെ അടുത്തുള്ള ആളുകൾ നിനക്ക് അകന്നവരെ പോലെയാണ്. ഇദാ അബഗൽത നീ അവരോട് ദേഷ്യം വെച്ചാൽ, നിനക്ക് അവരോട് താല്പര്യമില്ല എങ്കിൽ, നിന്റെ അടുത്ത പ്രദേശത്ത് താമസിക്കുന്നവരാണെങ്കിലും അവർ നിന്നിൽ നിന്ന് അകന്നവരെ പോലെയാണ് ഗണിക്കപ്പെടുന്നത്. ഉൽ ഉസ്റു യുസ്ർ ഞെരുക്കമുള്ള സംഗതിയൊക്കെ യുസ്റുൻ അത് എളുപ്പമുള്ളതാണ്. ഇതാ സ്വബർത്ത നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ. എത്ര പ്രയാസത്തിലൂടെ കഴിഞ്ഞുകൂടുന്ന കാര്യങ്ങളും നിനക്ക് എളുപ്പമായിട്ട് നിനക്ക് തോന്നിപ്പോകും. നീ അതിൻ്റെ മേൽ ക്ഷമിക്കണം. എന്നാൽ വൽ യുസ്റു ഉസ്ർ നിനക്കുള്ള എളുപ്പമുള്ളത്, ആയാസകരമായ കാര്യങ്ങൾ അത് ഞെരുക്കമായിട്ട് നീ അനുഭവപ്പെടും. ഇദാ ജസഅത നീ അക്ഷമരാണെങ്കിൽ, ക്ഷമയില്ലാത്തൊരവസ്ഥയിലാണ് നീ പോകുന്നതെങ്കിൽ, എത്ര എളുപ്പമുള്ള കാര്യവും അത് വലിയ ബുദ്ധിമുട്ടായിട്ടാണ് നീ അനുഭവപ്പെടുക. ഫൽ അംറു കുല്ലുഹു ഫീക ഇദാ ഫഹിംത. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്താൽ ഇതെല്ലാം നിനക്ക് ലഭിക്കും. എന്നാൽ വയദീഉ മിൻക ഇദാ ഗഫൽത നിന്നിൽ നിന്ന് ഇതൊക്കെ നഷ്ടപ്പെടും. ഇദാ ഗഫൽത നീ അശ്രദ്ധവനാണെങ്കിൽ. ഞാൻ ഈ പറഞ്ഞതൊക്കെ ശ്രദ്ധയില്ലാതെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടുകയാണെങ്കിൽ നിന്റെ നല്ല വിലപ്പെട്ട സമയങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അള്ളാഹു നമ്മെ ഖൈറിൽ പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.